ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങള് എന്റെ ഒരു വലിയൊരു ഡ്രീമിന് വേണ്ടിട്ട് പോവാണ്. അതെ ഗൈസ്, അപ്പൊ കൊറേ കാലം ഷാമി പറയുന്ന ഷാമിന്റെ റൂം ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യണം. കൊറേ കാലമായിട്ട് ഞാൻ പറയുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇങ്ങനെ ഒപ്പിക്കല്. പക്ഷെ ഫുള്ളായിട്ട് റൂം മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് സാധനങ്ങൾക്ക് നമുക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ വാങ്ങി വെച്ച സാധനങ്ങൾ വരെ കൃത്യമായിട്ട് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ റൂം മേക്ക് ഓവറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കടക്കാണ് ഗൈസ്. എന്റെ റൂം മേക്ക് ഓവറിന് അവിടെ കുറെ പുരാതനമായിട്ടുള്ള ഫർണിച്ചറുകൾ ഉണ്ട്. അതൊക്കെ തട്ടിയിട്ട് നല്ല പുതിയ ഷാമിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഫർണിച്ചർ വാങ്ങണം. അതെ, അപ്പൊ നമ്മള് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി പോവാണ്. എന്റെ ഉള്ളിലുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങണ്ടേന്നുള്ള കാര്യം. വർഷങ്ങളായിട്ട് ഇതേ സാധനം പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ ഓളിങ്ങനെ ഓക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ച് കുറെ ഇൻട്രസ്റ്റിൽ നോക്കി വെച്ചിട്ട് വിചാരിച്ച തന്നെ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് ഈ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഗേൾസ് ഔട്ടിംഗ് ആ ഒരു ലെവലിൽ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന് പോണം. അപ്പൊ ആദ്യം നമുക്ക് സ്വപ്നങ്ങളിലേക്ക് കടക്കാം. അപ്പൊ പോവാ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ നോക്കണല്ലോ. പിന്നെ സ്ഥലമില്ല. അതെ, അതല്ല ഞാൻ പറയാം. കുഞ്ഞു റൂമാണ്. അപ്പൊ അതില് പക്ഷെ കുഞ്ഞു റൂമാണ് അറേഞ്ച് ചെയ്യാൻ ശരിക്കും. അതെ, പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്താ അറിയോ, ഈ പിൻട്രസ്റ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള റൂം കാണുമ്പോൾ നമുക്ക് അവസരം വരും. അതുകൊണ്ടാണ് ഇന്റെ റൂം ഞാൻ ഓരോ സൈഡ് ഓരോ സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഞാൻ കാണിച്ചുതരാം ഞാൻ എന്തൊക്കെ ഏകദേശം എടുത്തു വെച്ചെന്ന്. ഒരു അലമാര ഞാൻ ഇതാണ് എടുത്തു വെച്ചത്. ഏകദേശം എന്റെ അവിടെ വീട്ടിലുള്ള എനിക്ക് അവിടെ എന്റെ റൂമിൽ ഒരുപാട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ അലമാര ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്ക് ഒരു എന്താ പറയാ വാർഡ്രോബ് ആയിട്ട് ഒരു റൂം തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതാണ് എന്റെ ആഗ്രഹം. ശരിക്കും ആഗ്രഹം ഇതാണ്. ഒരു സോഫയൊക്കെ പോലെ ഇങ്ങനെ, അതായത് അതിന്റെ ഇടയിലൊക്കെ ആയിട്ടുള്ള അലമാരല്ലേ. എന്റെ ആഗ്രഹം എന്താ അറിയോ, ഒരു ഫുൾ വാക്കിംഗ് വാർഡ്രോബ് ആയിരുന്നു. അത് ഭാവിയിൽ എന്തായാലും ഞങ്ങൾക്ക് അതൊക്കെ നിർബന്ധമാണ്. അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ ഈ സാധനം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എന്താ പറയാ, മേക്കപ്പിന്റെ സാധനം, പിന്നെ നമ്മളെ എന്താ പറയാ നൈറ്റ് ഡ്രസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിലിട്ടിറക്കുന്ന നല്ല പിൻട്രസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതൊക്കെയാണ് ആഗ്രഹം. നടക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ നടത്തും ഗൈസ് ഞാൻ. പിന്നെ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗേൾസ് ഔട്ടിംഗ് ഒക്കെ ഉണ്ട്. അതെ, സല്ലു ഇവിടെ ഉണ്ടാവുന്നതല്ല. അതിനുശേഷം സല്ലുവിനെ വീട്ടിൽ കൊണ്ടേ ഇറക്കും. എന്നിട്ട് ഞങ്ങള് ഗേൾസ് ഔട്ടിങ്ങിനായിട്ട് പോകും. ഞങ്ങൾക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. ആ പ്ലാൻസ് ഒക്കെ ഞങ്ങൾ ചെയ്ത് തീർത്തിട്ടേ വരുള്ളൂ കേട്ടോ സല്ലു. ഓനെന്താ വെച്ചാൽ ആ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ പിന്നാലെ ഷോപ്പിംഗ് മാത്രല്ല, ഈ ചിലപ്പോ ഞെട്ടും ഞങ്ങള് ഓരോന്ന് ചെയ്ത് വരുന്നത്. ഞങ്ങൾക്ക് കുറെ പ്ലാൻസ് ഉണ്ട് ഷാമി. ഞങ്ങള് മൂന്നാളും കൂടെ പുറത്തു പോയിട്ട് കുറെ കാലായി. പിന്നെ ഷാമിന്റെ റൂമിലേക്കുള്ള സാധനങ്ങൾ അത് പെട്ടെന്ന് പോയി വൈകുന്നേരം ജസ്റ്റ് ഇറങ്ങി രാത്രി തിരിച്ചു. അത് പെട്ടെന്നുള്ളൊരു വോക്കായിരുന്നു ഗൈസ്. അത് നമ്മളിങ്ങനെ പ്ലാൻഡ് ആയിട്ടൊന്നുമില്ല. അതന്നെ നമ്മൾ രാത്രി ആവാനായിട്ട് പോകുമ്പോ. അപ്പൊ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഗേൾസ് ഔട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് പോയിട്ട് ഫർണിച്ചർ എടുക്കണം. ഷാമിത ഇവിടെ ഓരോ വാർഡ്രോബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 3 ഡോറാണ്. അവർക്ക് അവിടെ 2 ഡോറും മാറ്റി. നമുക്ക് 2 ഡോർ മതി. കാര്യം എന്താ വെച്ചാൽ ആ സ്പേസിൻ്റെ ഉള്ളിൽ ടേബിൾ വരാനുണ്ട്. പിന്നെ ബാക്കി അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെക്കാനുണ്ടാവും. അപ്പോൾ അലമാര വലുതായിട്ട് ബാക്കി ഒന്നും വെക്കാനുള്ള സ്പേസ് ഇല്ലാണ്ടാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 ഡോറുള്ള വൈറ്റ്, ഒരു ഓഫ് വൈറ്റ്, ആ ഒരു ക്രീം, ആ ഒരു തീമിലാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും വൈറ്റ് കിട്ടുന്ന സന്തോഷം. വൈറ്റ് കിട്ടിയാൽ സന്തോഷം. ഇത് 3 ഡോർ ഏതാ? കറക്റ്റാണ്. അതിന്റെ ഹൈറ്റ് കറക്റ്റ് ആണ്. നമുക്ക് അവിടെ സ്പേസ് ശരിക്കും ആ ബെഡിന്റെ അടുത്ത് ഈ 3 ഡോർ ഇടുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. സംഭവം പക്ഷെ അവിടെ ഇത് വെക്കണ്ടേ, ടേബിൾ വെക്കണ്ടേ. അതാണ് അത് 3 ഡോർ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഉള്ളിൽ വൈറ്റ് ഉണ്ട്. വൈറ്റ് പോയി കണ്ടിട്ട് വരാം. സാധനങ്ങൾ ഇപ്പൊ നമ്മള് ഈ 2 ഡോർ വെച്ച് കഴിഞ്ഞാലും ഡ്രസ്സ് വെക്കുമ്പോഴത്തേനും അറിയും. 2 ഡോർ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ശരിക്കും സ്ഥലം ഉണ്ടാവില്ല. ഞാനൊരു 2 ഡോർ കൂടെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് തീരുമാനമാക്കിയിട്ടുണ്ട്. ഇത് എത്ര ഡോറാ? ഇത് 4 ഡോറാണ്. വൈറ്റ് തന്നെ നല്ല രസമുണ്ട് കാണാൻ. രസമുണ്ട്. ഭയങ്കരമായ ചർച്ചകളിലാണ്. ഞങ്ങൾക്കും പറഞ്ഞുതരുമോ? ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്റെ റൂം. ഇവിടെ ഈ ജനലോട് അടുപ്പിച്ചിട്ടാണ് ഇപ്പോഴുള്ള രീതിയിൽ. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ
സൈഡ് തന്നെ. അപ്പൊ ഈ സൈഡിൽ അലമാര. അതാണ് ഞാൻ പറഞ്ഞ സ്വിച്ച് ബോർഡിന്റെ അടുത്തല്ല ഈ അലമാര ഉദ്ദേശിക്കുന്നത്. ഇടി കയറി വരുന്നുണ്ട് വാതിലിന്റെ സൈഡിൽ അവിടെ പോകുന്നുണ്ട്. അപ്പൊ 3 ഡോർ വെക്കുക. 3 ഡോർ വേണല്ലേ. എനിക്കിഷ്ടമുള്ള മിറർ. ഈ മിററാണ് ഇവള് നോക്കി നടക്കുന്നത്. ഇത് കിട്ടാൻ കുറേ സാധനം ഇത് ഓൺലൈനിലൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ നമ്മൾ ഈ പല മിററിനും പല ലുക്കാണല്ലോ. അതാണ്. അപ്പോ അല്ല അങ്ങനെയല്ല, ഓരോരോ രീതി ഉണ്ടല്ലോ ഒരു മിററിന്. അപ്പൊ നമ്മള് നേരിട്ടിട്ട് മിറർ എടുക്കാൻ പറ്റും. നമ്മുടെ അലമാരിന്റെ അല്ല അവിടെ ഇതിന്റെ വലിയ മിറർ അപ്പുറത്തുണ്ട്, നല്ലതാണ് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് എന്തെണ്ണം കൊണ്ടുപോവാ. ഒരു ഓവൽ ഷേപ്പിലുള്ള വേറൊരു മിറർ, ഇത് നല്ല രസമുണ്ട്. ഇത് രസമുണ്ട്. രസമുണ്ട്, കുറച്ച് ചെറുതായി പോയി അല്ലേ? കുറച്ച് വീതി കൂടുതലുണ്ട്. വീതി കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ആയിരിക്കുകയാണ് എൻ്റെ റൂമിലേക്കുള്ള. വന്നപ്പോ തന്നെ അത് കിട്ടി. ഇതിന്റെ എക്സാക്ട് സാധനം വൈറ്റ് കളർ. അതെ, ഇതിപ്പോ ഗ്രേ ആണ്. ഇതിനെ നമ്മൾ നേരെ വൈറ്റിലേക്ക് മാറ്റാം. ഫുൾ ഇത് ഈ സെയിം സാധനം വൈറ്റിലേക്ക്, ഹൈറ്റും ഇതിന്റെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആണ്. ഇത് വൈറ്റിലേക്ക് ആകും. അത് ഫിക്സ് ചെയ്തു. ഇനി അടുത്തതെന്താ? ഇനി അടുത്തത് മറ്റേതാണ്. അത് അങ്ങനെ തന്നെ വേണം. ഈ സാധനം ഓ, എന്ത് രസമാണ് കാണാൻ. എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേണ്ടത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അത് അതേപോലെ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ആ സെയിം സാധനം തന്നെ കിട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഉള്ള മിറർ ഇതാണ്. ഇത് കുറച്ച് ഇങ്ങനെ വീതിയൊക്കെ ഉള്ളൊരു ടൈപ്പ് സാധനമാണ്. പക്ഷേ എൻ്റെ റൂമിൽ അത് ഇടാനുള്ള സ്ഥലം ഉണ്ടാവും തോന്നില്ല. ഈ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ടേ അത് ഈ മിറർ ഇടാനുള്ള സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു എന്തെങ്കിലും സ്റ്റോറേജ് പോലത്തെ ആ ഒരു ടേബിളില്ലേ, ആ ടേബിളിൻ്റെ അവിടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ റൗണ്ടിലുള്ള മിററില്ലേ, ഫുൾ മിററല്ല റൗണ്ടിലുള്ള മിറർ നമുക്ക് ആ ഒരു വാളായിട്ടൊക്കെ വെച്ച് കുറച്ച് അതിലേക്ക് തൂക്കിയാണെങ്കിൽ എസ്തെറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു വോളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണുള്ളത്. പിന്നെ ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെയർ വേണം. റോളിംഗ് ചെയർ എന്ന് പറഞ്ഞിട്ട് ഈ ചെയർ നോക്കി. ഇത് എന്താ പറയുക, ഒന്നെങ്കിൽ ഈ ചെയർ, അതല്ലെങ്കിൽ പിന്നെ ഇവിടെ കല്ല് വെച്ചിരിക്കുന്ന ചെയർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഗൈസ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഓൺലൈൻ. ഈ ചെയർ ഇത് ഓൺലൈനുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇവർ ചെയ്ത് തരുമോ എന്നുള്ളത് നോക്കാം. അതല്ലെങ്കിൽ ഈ ചെയർ ഞാൻ എടുത്തു വെച്ചത് അതാണ്, ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ഈ സാധനമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചറിയട്ടെ കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളിവിടെ പണിയിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത്. സെയിം കളർ, ഈ സ്റ്റിച്ചിങ് വരെ സെയിം ആണ്. പിന്നെ ഇതിന് കാല് മാത്രം ഒരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ചെയറും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഓർഡർ ചെയ്ത് വന്നിട്ട് സ്പേസിനനുസരിച്ച് ഏത് മിററാന്നുള്ളത് ചിലപ്പോൾ നമ്മൾ വോളിൽ ഫിക്സ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പേസ് വെച്ച് മിക്കവാറും വോളിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ബെഡ് വരും, പിന്നെ ടേബിൾ വരും, പിന്നെ കൺസോള് വരും. നമുക്ക് ഫുൾ മിറർ എന്തായാലും വേണം നമുക്ക്. അപ്പോൾ നല്ല ഔട്ട്ഫിറ്റിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ഫുൾ മിറർ വേണ്ടേ? അതിനുകൊണ്ട് ഫുൾ മിറർ നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇതൊക്കെ വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. എനിക്ക് ഭയങ്കര എന്താ പറയുക, 4-5 ദിവസം എനിക്ക് അത്ര കാത്തൊക്കെ തോന്നില്ല. പക്ഷെ നമുക്ക് വന്നിട്ട് കിട്ടിയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ ഉള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ബില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ നിലത്തൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എൻ്റെ കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് റൂം മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് അങ്ങോട്ട് കടന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ റൂമിലേക്ക് ഇപ്പോഴത്തെ റൂം കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരു രസമുള്ള റൂമല്ലേ? റൂമാണ്. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് റൂം ശരിയാക്കുമ്പോ വെക്കാന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ആ റൂമാണ് ഇനി പോക്ക് ശരിയായി കിട്ടാൻ പോകുന്നത്. അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഓക്കും ഞങ്ങൾക്കും ഒക്കെ ഉള്ളത്. എനിക്ക് ഭയങ്കര എന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് എന്റെ റൂം. എനിക്ക് അവിടെ രാത്രി ഇരുന്നിട്ട് ഇപ്പൊ നമ്മള് ചിത്രം വരയ്ക്കുന്നത്, നമ്മൾ ഡയറി എഴുതുന്നത്, അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ ആ സ്പേസിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടമുള്ള ഫർണിച്ചർ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇരുന്ന് എഴുതാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ഡ്രീം ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അതിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഫർണിച്ചറൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനി നമ്മൾ പുറത്തു പോകുന്നു. അപ്പൊ നമ്മൾ സല്ലുവിനെ വീട്ടിൽ തട്ടും, ഞങ്ങൾ പുറത്തേക്ക് പോകും. അങ്ങനെ ഗൈസ് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കാക്കനെ വീട്ടിൽ ഇറക്കിയപ്പോഴത്തേക്കും സമയം കുറെ ലേറ്റ് ആയി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും സമയം വേണം. അതെ, അപ്പൊ ഞങ്ങള് 3 പേരും കൂടി എന്തായാലും ഇറങ്ങുകയാണ്. അപ്പൊ
രാവിലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അതെ, അപ്പൊ നമ്മള് ഇന്നലത്തെ പ്ലാൻ മാറ്റിയിട്ട് ഗേൾസ് ഔട്ടിങ് പിറ്റേന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ആധികാരികമായിട്ടുള്ള പരിപാടികളും ഉണ്ട്. അതെ, അതായത് ഷാമിന്റെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുഞ്ഞു മാലല്ലേ, അതൊക്കെ മാറ്റിയിട്ട് വേറെ മാല വാങ്ങണം എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ റൂമിലേക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കാണുന്നു. അതായത് ഇന്ന് നമ്മൾ ഫുൾ തെണ്ടി നടക്കാണല്ലോ. അപ്പൊ പല എന്തൊക്കെ നല്ല കാണുന്നു അതൊക്കെ മേടിക്കല്ലേ. അതെ, നമ്മൾ ഓരോ പ്ലാൻസ് വെച്ചിട്ടുണ്ട് എന്തൊക്കെ വാങ്ങിക്കണം. അപ്പൊ റൂമിലേക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ നോക്കിയിട്ട് നിങ്ങളെ കൂടെ. അതെ, അപ്പൊ നമ്മൾ നേരെ പോകുന്നത് എന്തിനാന്ന് വെച്ചാല് ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം മാല നോക്കാനുണ്ട്. അപ്പൊ എനിക്ക് മാല വാങ്ങണം ഗൈസ്. അപ്പൊ അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം പോകാം ഗൈസ്. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ കയറി. 2 ആള് ബിരിയാണിയാണ് തിന്നത്, ഞാൻ നൂഡിൽസ് ആണ് തിന്നുന്നത്. ആയിരുന്നു എനിക്ക് അത്ര മസാല ഐറ്റംസ് കഴിക്കാൻ തോന്നില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങാം. അങ്ങനെ ഗൈസ് നമ്മളിത് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെയിൻ നോക്കാൻ വേണ്ടി പോകാട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇപ്പോൾ ശ്രീ കിട്ടിയില്ലേ, ചെയിനും കുഞ്ഞു ലോക്കറ്റ് പോലത്തെ സംഭവമാണ് വിചാരിക്കുന്നത്. ഷാമിൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കറ്റ് അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ആയിട്ടുള്ളത്. അത് ഇവര് ബർത്ത്ഡേക്ക് വാങ്ങി തന്ന സാധനമാണ്. അപ്പം എനിക്കിങ്ങനെ അറ്റാച്ച്ഡ് അല്ലാതെ നമുക്കിങ്ങനെ മാറ്റിയിടാൻ പറ്റുമല്ലോ. ഇടാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സിമ്പിൾ ചെയ്ത് 18 GB കാണിച്ചു. ഇഷ്ടമായോ? ചെയിൻ ഇഷ്ടമായി. ഇനി ഇതിനനുസരിച്ചുള്ള പെൻഡന്റ് എടുക്കണം. ഇത് ചെയിൻ തന്നെ പെൻഡന്റ്. അതെ, ചെറുതല്ലേ, ഇത് കുറച്ചുകൂടെ ലെങ്ത്തുള്ള. കുറച്ചും കൂടെ വേണം. പക്ഷെ ഇത് ഡിസൈൻ നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ തിളങ്ങുന്ന ടൈപ്പ്. ഇതിങ്ങനെ അടുപ്പിച്ചുള്ള ആ ഒരു ഇതല്ല, അതെനിക്കിഷ്ടമാണ്. ശ്രീന്റെ കഴുത്തിലുള്ള ആ പെൻഡന്റ് പോലത്തെ അതിന്റെ മറ്റൊരു തരം പെൻഡന്റ് ആണ് ഷാമിക്ക് വേണ്ടത്. വലുപ്പമുള്ള പെൻഡന്റ്. ഇവിടെ ഗൈസ്, ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പുകൾ ഉണ്ട് കേട്ടോ. ഷാമിക്ക് ആ ഗ്രീൻ ഇഷ്ടായോ? അതോ അതെനിക്കിഷ്ടായി. അത് നല്ല ഭംഗിയുണ്ട് ആ ഗ്രീന് കാണാൻ അല്ലേ. ആ, അത് എനിക്ക് തോന്നുന്നു മംഗൾസൂത്ര പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എന്താ പറയാ, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്നോ പോലത്തെ ഒരു സംഭവം. സ്നോ പക്ഷെ ഇത് അറ്റാച്ച്ഡ്. അങ്ങനത്തെ വേറെ കിട്ടുമായിരിക്കും, പെൻഡന്റ് മാത്രം. നോക്കട്ടെ, നല്ല രസം, നല്ല ഭംഗിയുണ്ട്. ഇവിടെ വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷെ അത് ഭയങ്കര എന്താ പറയാ, കല്ലുകൾ കുറച്ച് കൂടുതലാണ്, വലിയ കല്ലുകളാണ്. പക്ഷെ നല്ല രസമുണ്ട്. നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ഷാമിയുടെ കണ്ണുകൾ ഉടക്കി. ഭംഗിയുണ്ട്. കുഞ്ഞു കുഞ്ഞു ഒരു നമ്മൾ പറയുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുണ്ട്. ഒന്നും കൂടെ തിന്നെ. ഈ സംഭവം എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടാവുന്നൊക്കെ ഈ പെൻഡന്റ് ചെയിനോട് ഒരുമിച്ച് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്, സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ അനക്ക് ഇഷ്ടപ്പെട്ട പെൻഡന്റ് ആണെങ്കിൽ പെൻഡന്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റൂലല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട പെൻഡന്റ് ആണെങ്കിൽ അങ്ങനെ എടുത്തോ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എടുത്തോ. എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചീരിട്ട് നോക്കാം. ആ സംഭവം, ആ പെൻഡന്റ് അത് ഭയങ്കര വലുതാണ്, പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇഷ്ടമായില്ല എനിക്ക്. ഇഷ്ടമായി. ഇതിൻ്റെ ആവശ്യപ്രകാരം ഒരു മാല ഇട്ടു. ഫുള്ളിടണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ചെയിന് നീളം വേണം. ഇത് കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞല്ലോ. നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായി. കൊള്ളാമെന്നുണ്ട്. എനിക്ക് അതെടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതെ, എനിക്ക് ഇതിഷ്ടമായി. പക്ഷെ എനിക്ക് മറ്റേതല്ല കുറച്ചൊരു ആമി ഇതിങ്ങനെ ഇട്ടാലോ എന്നാണ് ചിന്തിക്കുന്നത്. ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത്. അതെ, അല്ല എനിക്കിതും ഇഷ്ടമായിട്ടുണ്ട്. ഇത് 2 പെൻഡന്റും ആ 2 പെൻഡന്റിൻ്റെതായ ഭംഗിയുണ്ട്. എനിക്ക് മേലത്തതാ കുറച്ചുകൂടെ ഇഷ്ടമായേ. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമല്ല എന്നുള്ളൊരു സാധനമാണ് അത്. പക്ഷെ അതിന്റെ ഭംഗി വെച്ചിട്ട് ഷാമി അത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നത്. ഇതെനിക്കിഷ്ടമായി. ഇതെനിക്കിഷ്ടമായി. എന്റെ അഭിപ്രായത്തിൽ ഷാമി ഈ 2 മാല എടുത്ത് ഈ 2 ലോക്കറ്റ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇട്ടോളൂ. അതെ, ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ട്. വാങ്ങി തന്നോട്ടെ. പക്ഷേ എന്നോട് ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇതേ സെലക്ട് ചെയ്യുള്ളൂ. ഇത് കുറച്ച് ഇങ്ങനെ ഒരു തടി ഉണ്ട്, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഈ ലോക്കറ്റ് മോളെ ഈ കമ്മലും ഉണ്ടാവും. എന്തോ ഒരു ബന്ധം. അതെ, ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായി. രണ്ടാവും എനിക്ക് ഇതിങ്ങനെ 2 മാല കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴേ 2 ഒരെണ്ണം തോന്നുന്നില്ല പക്ഷെ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തേ പറ്റും. അപ്പം എനിക്ക് തോന്നണേ ഇത് നമുക്ക്
ഭാവിയിലേക്ക് ഓപ്ഷനായിട്ട് വെക്കാം. അതെ. ശ്രീനെ വിഷമിപ്പിക്കേണ്ട ഇപ്പം ഇതെടുക്കാം. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് കുടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അപ്പോൾ അത് ഫിക്സ് ചെയ്തു. അപ്പോൾ ദിവസം നമ്മളിപ്പം എൻ്റെ ആ മാല എടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീക്ക് കുറച്ച് 1-2 പണികളുണ്ട്. അത് എൻ്റെ കയ്യിലുള്ള ഒരു സാധനം ഞാനായിട്ട് ഓടിച്ചു. അപ്പോൾ അതൊന്ന് മാറ്റണം. അതാ സംഭവം. അപ്പോൾ അത് പൊട്ടിപ്പോയത് മാറ്റിക്കാണ്ട് അപ്പം അതിൻ്റെ കൂടെ പണിയുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള പ്ലാൻസ് ഒക്കെ വർക്കൗട്ട് ആക്കാൻ പറ്റുള്ളൂ. ശ്രീ പെട്ടെന്ന് നോക്കിയില്ലെങ്കിൽ ശ്രീക്ക് തല്ലിട്ടതായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് തീർത്ത സമയത്ത് അതെ അത് വല്ലാത്ത സമയമാണ്. അതെ കുറെ ലേറ്റ് ആയി പോയി ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇഷ്ടമുള്ള പോലത്തെ സാധനങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ വാങ്ങി മാലത ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് എനിക്കൊരു സമാധാനമില്ലേ ഗൈസ്. ഇതാക്കണ്ടോ ഇത് നോക്കിയിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പുതുമോട് മാറൂല. എനിക്കൊരു സാധനം ഭയങ്കര എനിക്ക് എപ്പോഴും അതിങ്ങനെ ഞാനിങ്ങനെ ആ എടുത്ത മൊമെന്റിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനി നമ്മള് പോകുന്നത് നേരെ ഹൈലൈറ്റിലേക്കാണ്. ശരിക്കും ഞങ്ങൾ ഇന്ന് ഗേൾസ് ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര രസമായിട്ടുള്ള സാധനങ്ങൾ കിട്ടി. ഇനിയിപ്പോ ഞങ്ങൾ പോയിട്ട് ചെറിയ രീതിയിൽ ഷോപ്പ് ചെയ്താലും ചിലപ്പോ ഡ്രസ്സൊക്കെ നല്ലത് കിട്ടുമായിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് എനിക്ക് തോന്നുന്നത്. കാക്കപ്പളേ പറയുന്നത് നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങിയാ പോരാ, നിങ്ങൾ രാവിലെ ഇറങ്ങണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോ ഉച്ചയുണ്ട്. അപ്പൊ തന്നെ അവൻ പറഞ്ഞു നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു ജ്വല്ലറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലേറ്റ് ആവും വരാനെന്ന്. നന്നായിട്ട് വിശക്കുണ്ട് ഗൈസ്. അപ്പൊ എന്തെങ്കിലും പോയിട്ട് കഴിക്കണം. ഇനിയിപ്പൊ നമുക്ക് ഹൈലൈറ്റിലേക്ക് ഇനി നമ്മളെ സ്ഥിര സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. അതെ അതെ. ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. ഇനിയിപ്പോ ഇവിടുന്ന് മെയിനായിട്ട് ഞങ്ങൾ പേരും പറഞ്ഞു വന്ന വെച്ചാൽ ഷാമിന്റെ റൂമിലേക്ക് ഉള്ള സാധനങ്ങൾ വാങ്ങാനെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമല്ലോ. അതെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഷാമിന്റെ റൂമിലേക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഈ പോകുന്ന വഴി എന്തൊക്കെ കാണുന്നോ അങ്ങനത്തെ ഓക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് അങ്ങനെ സിനിമ എന്നുള്ള പ്ലാൻ ഇന്ന് നടക്കുന്നു തോന്നില്ല. ഇപ്പൊ തന്നെ 9 മണിയോടെ അടുത്തായിട്ടുണ്ട്. ഞാൻ കുറച്ച് സോഫ്റ്റ് ടോയ്സ് ഒക്കെ വാങ്ങണം വിചാരിക്കുന്നുണ്ട്. പക്ഷെ കുറേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ബെഡിൽ വെക്കാൻ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു സാധനം ഒരു അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം വാങ്ങണമെന്നുണ്ട്. പിന്നെ ലൈറ്റ്സ് ഒക്കെ ഞാൻ വാങ്ങി വെച്ചതുണ്ട്. ഇവരറിയാത്ത പല സാധനങ്ങളും ഞാൻ വാങ്ങി വെച്ചതുണ്ട്. അതെ ചിലപ്പോ എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് കാണിച്ചു തരാം. ഞാൻ ഒരു അതൊക്കെ ഞാൻ റൂം മേക്ക് ഓവറിന്റെ സമയത്ത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. വന്നപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പ് കണ്ടിട്ടോ. ഇതുണ്ടോ ലേസൊക്കെ ഇട്ട്. എനിക്ക് ഇങ്ങനത്തെ ലേസൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് കയ്യിൽ ഗൈസ് രണ്ടാളും തകൃതിയായിട്ട് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ട്. ശ്രീന്റെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ. ശരിയല്ലേ? അഞ്ചിന്റെ അതില്ല. അതില്ല. പക്ഷെ അമലേട്ടന്റെ അതുണ്ട്. ഇത് ഞാൻ എനിക്കിഷ്ടമില്ല ശരിക്കും. ഇവള് ഓരോ സാധനം ഞാൻ വാങ്ങുമ്പോൾ ചില സമയത്ത് അവൾ കണ്ണടച്ച് പറഞ്ഞോളെ. അത് ഇവളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥം കിട്ടും. ശരി എനിക്കിഷ്ടമില്ല ഞാൻ പറയില്ല. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയും ഇഷ്ടമായി. അവിടെ കൊണ്ട് തൂക്കിയിട്ട് ഷാമി എങ്ങനെ അറിയാം പറയാ. ഷാമിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമി അറിയും ഇഷ്ടമില്ല. പക്ഷെ കുഴപ്പമില്ല. ബാക്കി നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് എടുത്തോളേ. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അല്ലേ? ആ കയ്യൊന്ന് കാണിച്ചേ. എടുത്ത് വെച്ച് മനസ്സിന് പറ്റിയ സാധനം കിട്ടിയില്ല. അത് നമുക്ക് നോക്കാം. കണ്ടുപിടിച്ച് തരണമെങ്കിൽ കണ്ടുപിടിച്ച് തരും. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഞങ്ങളെ പിന്നാലെ നടക്കായിരുന്നു ഇവിടെ. ഇത്തവണ അവളെ കൊണ്ട് ഞങ്ങൾ എടുപ്പിക്കാൻ നോക്ക്. എല്ലാവർക്കും നല്ല ഞാൻ എടുത്തത്. പക്ഷെ ഏറ്റവും ഒന്നുപോലെ ഞാൻ എടുത്തി. അതെ ഞങ്ങൾ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കട്ടെ. പക്ഷെ അത് 1-2 ഞാൻ എടുക്കുള്ളൂ. ഓക്കെ ബൈ. ഓക്കെ ഇഷ്ടായി. നല്ല ലൂസാ. പക്ഷെ ഇത് നീ ഇങ്ങനെ തന്നെ സ്റ്റൈൽ ചെയ്യൂലേ? തൊട്ട് ചെറിയ സൈസ് വേണോ? ഇത് ഏതാ സൈസ്? ലാർജാ? നോക്കട്ടെ. ഇത് സ്മോൾ സൈസ് അതല്ലേ? ആ രസല്ലേ പുറത്തേക്ക്? ആ പെർഫെക്റ്റ്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു ലോഡ് സാധനം 2 ബാഗിലേക്ക് ഞങ്ങൾ 2 വാങ്ങി. അല്ലെങ്കിൽ ശ്രീ ആണ് വാരിക്കൂട്ടാണ്. ഇത്തവണ ഇവര് വാങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സംഭവം എന്താ പറയുക, ഇപ്പൊ വേഗം പോയില്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യും. 10 മണിക്ക് ബില്ലിംഗ് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കാത്തുകയായിരുന്നു ഒരു ക്ലോസ് ചെയ്യാൻ. അങ്ങനെ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ പറയുന്നത് വല്ലതും തിന്നാം അല്ലേ? അതെ
കഴിക്കണം. ഞങ്ങൾ ആ ജ്വല്ലറി പോയതിനു ശേഷം പിന്നെ ഫുൾ ടൈം അവിടെ ഇരിക്കുകയായിരുന്നു. ഷാമി 2 കാപ്പി കുടിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. അതല്ലാതെ ഞങ്ങളൊരു സാധനം കഴിച്ചിട്ടില്ല. പിന്നെ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പുണ്ടാകുമെന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് വിശക്കാൻ തുടങ്ങിയത്. ഇനി നമ്മൾ നേരെ ഫുഡ് പോയിട്ട് പോകും. എനിക്ക് നേരത്തെ ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ 2 കാപ്പി കുടിച്ചത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയിട്ട് തിന്നാം. ലക്ഷ്മി കഴിക്കാം. ഞങ്ങൾ ചന ഭട്ടൂരൊക്കെ മേടിക്കാൻ പോയിരുന്നു. പക്ഷെ അത് തീർന്ന അവസാനം ഞങ്ങളിത് മസാല ദോശയും പിന്നെ 5 ഡിന്നറായിട്ട് കഴിക്കുന്ന ഫലൂദ കേട്ടോ. ഉച്ചക്ക് ബിരിയാണി എന്നിട്ട് ഐസ്ക്രീം തിന്ന് ഇപ്പോഴും ഐസ്ക്രീം ഉച്ചയ്ക്ക് ബിരിയാണി ഉള്ളത് ഉണ്ട്. പിന്നെ എൻ്റെ വിശപ്പ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫലൂദ ആക്കാം. ഞാനും ഇവിടെ മസാല ദോശയാണ് തിന്നുന്നത്. ശ്രീ മസാല ദോശയാണ്. ഇപ്പൊ നമുക്ക് വേഗം തിന്നാം ഗൈസ്. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഞങ്ങളെ ഡേ ഔട്ടൊക്കെ രാത്രിയായി അവസാനിക്കാൻ പോവാണ്. ഞങ്ങള് മിസ് ചെയ്യത് ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് 3 പേരും കൂടി ഇപ്പൊ കൊറേ ആയി ശരിക്കും 3 ആള് മാത്രമായിട്ട് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടിയാണ് നടക്കല്. അതെ, ഞങ്ങൾ 6 പേര് ഒന്നിച്ചാണ് ഇപ്പൊ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് എപ്പോഴും നടക്കാറ്. അതിനുള്ള സമയമാണ് ഞങ്ങൾ കണ്ടുപിടിക്കാറ്. അതെ, ആദ്യം നമ്മള് 4 പേര് എപ്പോഴും നടക്കല്. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് 3 പേരും കൂടെ പോവും. ഇപ്പൊ ഞങ്ങൾക്ക് 6 പേരായിട്ട് നടക്കാം, 4 പേരായിട്ട് നടക്കാം, 3 പേരായിട്ട് നടക്കാം. അപ്പൊ അന്ന് ഞങ്ങള് 3 പേരും കൂടി നടന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുറെ വാങ്ങിക്കാൻ പറ്റി. പിന്നെ ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച്. പിന്നെ ഷാമിക്ക് ഇന്ന് എന്താണ് ആ മാല കൈ കിട്ടിയതിനു ശേഷം ആ ചിരി അങ്ങോട്ട് പോയിടുന്നില്ല. സാധനം കിട്ടിയതിന്റെ ഒരു സന്തോഷം എനിക്ക് ഫുൾ ഉണ്ട്. അതെ, ഇനിയിപ്പോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പല പല ഡ്രസ്സിന്റെ കൂടെ മാറ്റി മാറ്റി ഇട്ട് നോക്കി അതെല്ലാ ഡ്രസ്സിനും ചേരുന്നില്ലേ, നല്ല ഭംഗിയില്ല എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇനിയോട് കിടന്നുറങ്ങാൻ വേണ്ടിട്ട്. പിന്നെ ഉമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം, സലൂന് കാണിച്ചു കൊടുക്കണം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അതെ, ജുനൂന് കാണിച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇനി കാണിച്ചു കൊടുക്കേണ്ട ഒരു മഹാമഹാണ് ഇനി നടക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേറെ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലെങ്കിലും സമയം തികഞ്ഞില്ല. ഉള്ള സമയം കൊണ്ട് ഞങ്ങൾ ഹാപ്പി. അതെ, നടന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി. ബാക്കിയുള്ളതായിട്ട് വേണം ഒരു പട്ടു ഉണ്ടാക്കാം. അതെ, ഞങ്ങൾക്ക് വേറൊരു ഡേ ഔട്ടിനുള്ള ഒരു ദിവസം കൂടി കിട്ടും. അതെ, അപ്പൊ നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഗേൾസ് ഡേ ഔട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റൊരു ഗേൾസ് ഡേ ഔട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ